പ്രവർത്തകർക്കെതിരെ പോലീസും കെഎസ്യുവും നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ മലപ്പുറം എസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലുണ്ടായ കെഎസ്യു എസ്എഫ്ഐ സംഘർഷത്തിലെ പോലീസ് ഇടപെടലിൽ പ്രതിഷേധിച്ചാണ് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം എസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായത്. ഉച്ചയ്ക്ക് 12:30 സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി എസ്പി ഓഫീസ് കോമ്പൗണ്ടിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. സ്ഥലത്ത് ജലപീരങ്കി ഉൾപ്പെടെ സംവിധാനങ്ങളുമായി വൻ പോലീസ് സന്നാഹം നേരത്തെ നിലയുറപ്പിച്ചിരുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസുമായി ഉന്തും തള്ളിലും കലാശിച്ചു. പോലീസിന്റെ ശക്തമായ പ്രതിരോധം ഭേദിച്ച പ്രവർത്തകർ അകത്തു കടന്നതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ഇതിൽ പ്രകോപിതരായ പ്രവർത്തകർ ജലപീരങ്കി സ്ഥാപിച്ച വാഹനത്തിന് മുകളിൽ കയറി ജലപീരങ്കിയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിപ്പിക്കുകയും വാഹനത്തിന് മുകളിലിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രവർത്തകർ വാഹനത്തിന് മുകളിൽ കയറുന്നത് തടയാൻ പോലീസ് ഏറെ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പോലീസ് സംയമനം പാലിച്ചതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ ബലപ്രയോഗത്തിലും സംഘർഷത്തിലും നിരവധി എസ്എഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 4 പേർ കോട്ടപ്പടിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സാരമായി പരിക്കേറ്റ 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പെൺകുട്ടികൾ ഉൾപ്പെടെ 100-ലധികം പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരന്നത്. എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി എൻ ആദിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐയുടെ മത്സരിച്ച 37 സീറ്റിൽ 35 സീറ്റും വിജയിച്ചുകൊണ്ട് ഐതിഹാസികമായ ഒരു വിജയമാണ് നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞത്. കേരള സർവകലാശാലയിലെ ചരിത്രപൂർവമായ ആ വിജയം കൈവരിച്ചത് ഈ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥി സമൂഹം എസ്എഫ്ഐയെ എല്ലാ കാലത്തും ചേർത്ത് നിർത്തിയതിന് ഉദാഹരണമാണ്. കേരള സർവകലാശാലയിലെ പ്രബുദ്ധമായ വിദ്യാർത്ഥികൾ എസ്എഫ്ഐയെ തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായി മത്സരിച്ച 37-ൽ 35 സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് എസ്എഫ്ഐയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വിദ്യാർത്ഥികളോട് സംബന്ധിച്ച്, അവരുടെ രാഷ്ട്രീയം സംബന്ധിച്ച്, വിദ്യാർത്ഥികളുടെ ദൈനംദിനമായ അവകാശ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്, അവന്റെ അക്കാദമിക് പ്രശ്നങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് നാളിതുവരെ എസ്എഫ്ഐ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചത്. ആ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമാണ് ഇന്നലെ കേരള സർവകലാശാലയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയം നേടാൻ എസ്എഫ്ഐക്ക് കഴിഞ്ഞത്. എന്നാൽ എന്താണ് ഇന്നലെ കേരള സർവകലാശാലയിൽ ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ കേരളത്തിന്റെ തലസ്ഥാനത്ത് അരങ്ങേറിയത്? ഒരു പ്രബുദ്ധ സാക്ഷര കേരളമെന്ന് വിശ്വസിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിലാണ് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ വലിയ അക്രമങ്ങൾ അടിച്ചുവിട്ടത്. ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പുകളിലൂടെ വിജയിക്കാൻ കഴിയാത്ത കെഎസ്യു വിജയിക്കാൻ അവർ കണ്ട മാർഗം കല്ലെറിഞ്ഞു തോൽപ്പിക്കുക എന്നുള്ളതാണ്. 10ഓളം വരുന്ന കെഎസ്യുവിന്റെ ഗുണ്ടകൾ ചേർന്ന് ഇന്നലെ കേരളത്തിന്റെ തലസ്ഥാനത്ത് കല്ലെറിഞ്ഞുകൊണ്ടാണ് എസ്എഫ്ഐയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ വരവേറ്റത്. ജില്ലാ പ്രസിഡന്റ് എം സുജിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഗോകുൽ സ്വാഗതവും ആർ സ്നേഹ നന്ദിയും പറഞ്ഞു. ഈസ്റ്റ് ലൈവ് മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.